എൻ്റെ കഴിഞ്ഞു നിൻ്റെ ഊഴം. അയ്യോ, എൻ്റെ ഒരേ പോയിന്റ് കാണാനില്ല. അതവിടെ പോയി. തപ്പ് അവിടെ തന്നെ ഉണ്ട്. അവിടെ പോയി. പിങ്കിലോട് ഞാൻ സഹായിക്ക്. ഹെഡ് സ്കോച്ച്, നീ അതെന്നെ തേടി ഇരുന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ. എന്താ അവിടെ നടക്കണേ? ഈ ഗിറ്റാർ അവിടെ നിന്ന് കിട്ടി. സൂപ്പറായിട്ട് ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. സൂപ്പറായിട്ടാ. ഓ, ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് വേണം. അല്ല, എനിക്ക് നിങ്ങൾക്കായിരിക്കുമല്ല, അത് എനിക്ക് മാത്രമല്ല. ഈ കത്തും കിട്ടി. നിങ്ങളുടെ കണ്ടിട്ട് ഇത് തുറന്ന് വായിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓ ശരി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗിറ്റാർ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മാത്രമല്ല, ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഗിറ്റാർ എന്തിനാണ് ഞാനിവിടെ വിട്ടിട്ട് പോയെന്ന് മനസ്സിലാവും. വേഗം വായിക്കി. ഒരു മിനിറ്റ് ഞാൻ വായിക്കാം. ശരി, ഇതാ വായിക്കണം. നിങ്ങൾ ലാവ പ്ലാനറ്റിൽ പോയിട്ട് ഈ ഗിറ്റാർ ഉപയോഗിക്കണം. അവിടുത്തെ ദുഷ്ടനായ രാംസന്തിനെയും റീമാദിനെയും കീഴടക്കാനായിട്ട്. അവർ ദുഷ്ടന്മാരുടെ എല്ലാം ദുഷ്ടന്മാരാണ്. അവിടെ പോയിട്ട്, അതായത് ലാവ പ്ലാനറ്റിൽ പോയിട്ട് അവിടെ തോൽപ്പിച്ചാൽ ഈ ഗിറ്റാറിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഞാൻ പുറത്തേക്ക് കടക്കും. നിങ്ങൾക്ക് എന്നെ രക്ഷിക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ. അതിന് സഹായമായിട്ടാണ് ഈ ഗിറ്റാറിൻ്റെ രൂപം ഞാൻ എടുത്തത്. എന്നിട്ട് എൻ്റെ ആത്മാവ് ആ ഗിറ്റാർ അവിടെ വിട്ടിട്ട് പോയത്. മാഷേനോ, എന്താണിത്? എനിക്ക് പോലും അറിയാത്തത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കെങ്ങനെ അറിയും? നമുക്ക് ലാവ പ്ലാനറ്റിൽ പോയിട്ട് ഈ കത്തിൽ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പം അറിയാം എന്താ നടക്കാൻ പോകുന്നത്. ലാവ പ്ലാനറ്റിൽ പോയിട്ട് നമ്മൾ ആനെ തോപ്പിക്കാന്നാ പറഞ്ഞ്? രാംസന്തിനെയും റീമാദ്. സമയം കളയാണ്ട് നമുക്ക് വേഗം പുറപ്പെടാം. യാത്ര കുറേ ദൂരമുണ്ട്. നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കണം. ലാവ പ്ലാനറ്റ് എവിടെയാണെന്ന് എനിക്ക് അറിയാം. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ അവിടെ എത്തിപ്പെടും? ഇതെന്താ? ഞാൻ ഹെഡ്ലെസ് ഗോസ്റ്റാണ്. ഗോസ്റ്റ് കൊണ്ടേക്ക് അത്ര പവേഴ്സ് ഇല്ല. പക്ഷെ ഇതെന്താണ് എൻ്റെ ശരീരത്തിലുള്ള നടക്കണേ? വാവ്, എനിക്ക് നന്നായി പറക്കാൻ പറ്റുന്നുണ്ട്. നല്ല പവേഴ്സ് ഉണ്ട്. ഞാൻ അപ്രത്യക്ഷമായി കാണിച്ചു തരാം. അപ്രത്യക്ഷമായി ഇപ്പോൾ ഇവിടുന്ന് പ്രത്യക്ഷമായി പുറത്ത് വന്നു. എനിക്ക് മാത്രം കിട്ടിയെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്നെ കാണാൻ തോന്നുന്നു. ഈ ഗിറ്റാർ ശരിക്കും മാജിക്കലാണ്. ഈ മാജിക്കൽ ഗിറ്റാർ നമുക്ക് എത്ര ഉപയോഗപ്പെടുമോ അത്രയും നമുക്കിപ്പോൾ ഉപയോഗിക്കണം. വെറുതെ അല്ലേ ഈ കത്ത് എഴുതിയ ആള് ഈ ഗിറ്റാർ അവിടെ വെച്ചിട്ട് പോയത് നമുക്ക് സഹായത്തിനായിട്ട്. ഇതിൻ്റെ അടുത്ത് ആത്മാവേ, എൻ്റെ അടുത്ത് ആളെ നമ്മൾ രക്ഷിക്കാൻ നമ്മൾ ഈ മിഷൻ നടത്തിയേ പറ്റൂ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മിഷൻ ലാവ പ്ലാനറ്റ്. അപ്പോൾ നമ്മൾ റെഡിയല്ലേ? ഇനി ഇതെന്താ നടക്കാൻ പോണേ? ഇതൊരു കഥയാണല്ലോ. ഈ പൈസ ഞാൻ എന്താ കണ്ടില്ല. അത് കത്ത് എഴുതി വെച്ച് കാണാനില്ലല്ലോ. അതിനർത്ഥം ഇത് വേറെന്തോ കളിയാണ്. കഥ നമുക്ക് അയ്യോ എന്താ പ്രത്യക്ഷ നമ്മുടെ മുമ്പിൽ സ്ക്രീന്. അത് നമുക്ക് നോക്കാം. അതെ, മന്ത്രം പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്നും ഉണ്ടായതാണ് രാംസാദ്. രാംസാദിന്റെ ശരീരത്തിലുള്ള മന്ത്രജ്ഞയാണ് ഇയാൾ പഠിക്കുന്നത്. മനുഷ്യനടുത്ത് വന്നാൽ അവന്റെ ഭസ്മമാക്കി കളയും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്, ഒരു ദിവസം ലാവ പ്ലാനറ്റിൽ ഒരു മന്ത്രം പ്രത്യക്ഷപ്പെട്ടു. ആ മന്ത്രത്തിൽ നിന്നും ഉണ്ടായതാണ് രാംസന്ത്. പിന്നെ രാംസന്തിൻ്റെ ശരീരത്തിനുള്ളിൽ വരുന്ന പ്രകാശത്തിനെയാണ് എല്ലാവരും പേടിച്ചുകൊണ്ടിരുന്നത്. ആ പ്രകാശം വെച്ച് ഏത് മനുഷ്യൻ അടുത്ത് വന്നാലും അവനെ ഒറ്റയടിക്ക് ഭസ്മമാക്കി കളയും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ശക്തി വെച്ച് വേറെ ആരുമല്ല, അതായത് രാംസന്തിനെ ഉണ്ടാക്കിയ ആൾ, അതായത് രാംസന്തിൻ്റെ പിതാവായ റീമാദ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം,
നമ്മളെങ്ങനെയും റാംസലിന് കീഴടക്കിയ റീമാത് ചിലപ്പോൾ വന്ന് നമ്മളെ തോൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതൊരു പോയിന്റാണ്. ഞാനൊന്നും പേടില്ല, എനിക്ക് നന്നായി പേടിയാണ്. നമ്മൾ ജീവൻ വരെ പോകും. ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്നെ പേടിക്കണേ. നിങ്ങൾ എൻ്റെ കൂടെ ധൈര്യമായിട്ട് വന്നോളൂ.